circular current loop. Magnetic field at the center of circular current loop. Center of magnetic field at the center of circular current loop. Magnetic field at the center of circular loop എന്നാ പറഞ്ഞത്. ഒരു സർക്കിൾ വെച്ച് അതിന്റെ റേഡിയസ് r ആയിട്ട് എടുത്ത് സെന്റർ O ഇതിൽ കൂടെ എന്ത് ഫ്ലോ ചെയ്യുന്നുണ്ട്? ഒരു കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിരുന്നത് എന്താ? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ എന്നാ പറഞ്ഞിരുന്നത്. സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അതായത് ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാണുന്നില്ലേ? ഇപ്പൊ കാണാമോ? ഓക്കെ, ഒരു സർക്കിൾ വെച്ച് അതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആണ്. സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇനി ഇവിടുത്തെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇപ്പൊ നമ്മള് കറന്റ് ഇങ്ങനെ ഫ്ലോ ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, ഒരു 90 ഡിഗ്രി അല്ലേ? ഇങ്ങനെയല്ലേ നിൽക്കുന്നത്? ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും 90 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 90 ഡിഗ്രി നമ്മൾ ജസ്റ്റ് വരച്ച് കാണിക്കണം. നമുക്ക് ഇവിടെ വരക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ വരക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 90 ഡിഗ്രി വരച്ച് കാണിച്ചു. ഇനി ജസ്റ്റ് നമുക്ക് അടുത്ത നമ്മുടെ ബയോട്ട് സാവാർട്ട്സ് ലോ എന്താ പറയുന്നത്? ഇക്വേഷൻ പറഞ്ഞേ. dB equal to sin theta by r square. ഓക്കെ, ഇനി ഇവിടുത്തെ ആംഗിളിന്റെ വാല്യൂ എത്രയാണ്? കറന്റ് ജസ്റ്റ് ഫ്ലോ ചെയ്യുന്നു. ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡും കറന്റും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും വരുന്നത്? ബിയും ഐയും തമ്മിലുള്ള ആംഗിൾ എത്ര? ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ ഇതാണ് കറന്റിന്റെ ഡയറക്ഷൻ, ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. അപ്പൊ രണ്ടും പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ടാണ് നമ്മളോട് ലൈൻ വരച്ചത്. ആംഗിൾ എത്ര വരുന്നത്? 90 ഡിഗ്രി. എങ്ങനെ വരും? dB equal to mu0 by 4 pi dl by r square. എഴുതി പോയിക്കോ സ്റ്റെപ്പ് ആയിട്ട് തന്നെ. എനിക്ക് കിട്ടില്ല. 90 ഡിഗ്രി ആയതുകൊണ്ട് ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമ്മൾ ടി എൽ എന്നൊരു ചെറിയ എലമെന്റ്, അതുപോലെ തന്നെ ഡി ബി എന്ന് പറഞ്ഞൊരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എടുത്തത്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ഇന്റഗ്രൽ ഓഫ് ഡി ബി ഡി എന്ന് എഴുതി ഈക്വൽ ടു mu0 by 4 pi I by r square കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ ഓഫ് dn
B equal to mu0/4 pi I/r square into dl എന്ന് പറയുന്നത് എന്താ സർക്കിൾ അല്ലേ പിന്നെ സർക്കംഫറൻസ് 2 pi r. B is equal to I cancel I 2 mu0 I/2r. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തപ്പോൾ ഇത് തന്നെ കിട്ടിയതായിരുന്നു അല്ലേ ആക്ച്വൽ പോയിന്റിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോയിന്റ് എടുത്തത് അത് എക്സിന്റെ വാല്യൂ ആ ഡിസ്റ്റൻസ് 0 ആക്കി നമ്മൾ സെന്റർ എടുത്തപ്പോൾ കിട്ടിയതാണ് സെപ്പറേറ്റ് ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഇത് എഴുതണം കേട്ടോ മനസ്സിലാക്കി എഴുതണേ എനിക്ക് മനസ്സിലായോ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സർക്കിൾ ഉണ്ട് ആ സർക്കിളിൽ കൂടി ഒരു കറന്റ് ഫ്ലോ ചെയ്യും നമുക്ക് ഈ സർക്കിളിന്റെ ഇവിടെ എവിടെയോ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം ഓക്കെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് നമ്മൾ സെന്ററിൽ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിനെയാണ് ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈ വെച്ച് നമ്മൾ പറയുന്നത് കറന്റ് ഡയറക്ഷനിലാണ് ഓക്കെ അടുത്ത കേസ് ബാക്കിയുള്ളവർ ചെയ്ത് ഇത് സെമി സർക്കിൾ ആണെങ്കിൽ ഇവിടെ ചെയ്ത് ഡയറക്ഷൻ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡയറക്ഷനാണ് വെച്ചത് ഇപ്പൊ ഇത് സർക്കിളാണ് ഒരു ഫുൾ സർക്കിളാണ് ഇവിടെ സെമി സർക്കിൾ ആണ് വന്നിരുന്നെങ്കിൽ എങ്ങനെ സെമി സർക്കിൾ ആകുമ്പോൾ സർക്കംഫറൻസ് ഉണ്ടാവും പയ്യാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അങ്ങനെ ചെയ്താ സെമി സർക്കിൾ ആണെങ്കിൽ എന്ത് വരും
അടുത്ത വാല്യൂ അടുത്തത് ഇപ്പൊ ഡിഗ്രിയിൽ നമ്മൾ 2/r അല്ലേ എടുത്തത്. ഇനി അടുത്തൊരു സെമി സർക്കിൾ ആയിട്ട് കൺസിഡർ സെമി സർക്കിൾ ആകുമ്പോൾ സർക്കംഫറൻസ് എങ്ങനെ വരും? πr 2/r ന്റെ സ്ഥാനത്ത് πr ഇട്ടു. അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. അത് എഴുതിയിട്ട് ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. സിലബസിൽ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഡെറിവേഷനും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഇക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചു നോക്കുക. എഴുതി വെച്ചു, എഴുതി വെച്ചു. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു magnetic field due to long straight current carrying conductor. അത് നിങ്ങളുടെ ക്ലാസ്സിൽ എടുത്താലോ? എടുക്കുമെങ്കിൽ പറയട്ടാ. സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇക്വേഷൻ എഴുതി വെച്ചേക്കും. ഹെഡിങ് എഴുതിയിട്ട് ഇക്വേഷൻ എഴുതി നോക്കണേ. സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയണല്ലോ, അതുകൊണ്ടാണ് ഡെറിവേഷൻ എടുക്കാത്തത്. ഇക്വേഷൻ മാത്രം എഴുതി വെക്കും. കേസ് 1 എഴുതി വെച്ചോ. കേസ് 5.
ഗോസ് തിയറം പഠിച്ചില്ലേ? ഗോസ് തിയറം പഠിച്ചു. ഓക്കെ, ആ ഗോസ് തിയറം പോലെ ഇവിടെ വരുന്ന ലോ ആണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ഓക്കെ, ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത് ഞാൻ ലോ പറയാൻ പോണേ, അത് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. ശ്രദ്ധിക്കണേ, ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. The line integral of magnetic field around a closed loop is equal to mu 0 times total current enclosed. Okay, line integral of എന്താ പറയുക? Line integral of magnetic field B, magnetic field around a closed loop is equal to mu 0 times total current flows through the. ഇതാണ് ലോ. ഓക്കെ, എഴുതിക്കും ആംപിയർ സർക്യൂട്ട് അല്ലോ. ഇത് സ്റ്റേറ്റ്മെന്റ് പഠിക്കണം കേട്ടോ, ബൈ ഹാർട്ട്. അത് ലോയായിട്ട് തന്നെ പഠിക്കുക. ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ പഠിക്കണ പോലെ തന്നെ പഠിക്കുക. ഇതിന് വേറെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ പറയാം. ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി ഡോട്ട് ഡി എൽ അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ്, അതാണ് ഈ വരച്ച് കാണിച്ചത്. ക്ലോസ്ഡ് ലൂപ്പ് ഇസ് ഈക്വൽ ടു mu 0 ടൈംസ് ടോട്ടൽ കറന്റ്. ടോട്ടൽ കറന്റ് അത് തിയറി എഴുത്. ആംപിയർ സർക്യൂട്ട് അല്ലോ. ലൈൻ ഇന്റഗ്രൽ ഓഫ് ഞാൻ പറയണത് എഴുത്. ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമ്പർ എഴുതുന്നുണ്ടോ? ആംപിയർ സർക്യൂട്ട് അല്ലോ. എഴുതിക്കോ. ലൈൻ ഇന്റഗ്രൽ ഓഫ് magnetic field, line integral of magnetic field around a closed loop, around a closed loop around a closed loop is equal to mu 0 times mu 0 times mu 0 times current enclosed by the loop. Mu 0 times current enclosed by the loop. വേഗം പഠിക്കും. എന്തായാലും ചോദിക്കും, ഇത് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. വേഗം പഠിച്ചു. ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കും എല്ലാവരും. പഠിച്ചു അപ്പൊ നമുക്ക് എന്താ ഒരു ഇൻഫിനിറ്റ്ലി ശ്രദ്ധിക്കട്ടെ, ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്. അതിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്യും. നമ്മൾ ഏത് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് പഠിച്ചത്? ആംപിയേഴ്സ് ലോ. അപ്പൊ നമ്മൾ ഗോസ് ലോ പഠിച്ചപ്പോഴത്തേക്ക് ഒരു ഗോഷ്യൻ സർഫസ് വരക്കില്ലേ, അതുപോലെ ഇവിടെ ഒരു ആംപീരിയൻ ലൂപ്പ് വരക്കണം. ഓക്കെ, ആംപീരിയൻ ലൂപ്പ്. ഒരു ലൂപ്പ് വരച്ച് ഓക്കെ കറക്റ്റ് ആയിട്ട് വെച്ചോളാം. ഇനി ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം പറയുന്നത് എന്താ? പറഞ്ഞേ. B dot dl equal to mu 0 I. B dot dl എന്ന് പറയുമ്പോൾ B dl cos theta അല്ലേ? ഇവിടത്തെ B യുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? B യുടെ ഡയറക്ഷനും dl ന്റെ B എങ്ങോട്ടായിരിക്കും നിൽക്കുന്നത്? ഇങ്ങനെയാണ് കറന്റ് പോകുന്നത്. അപ്പൊ B യുടെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഉള്ളിലോട്ടല്ലേ B യുടെ ഡയറക്ഷൻ പോകുന്നത് അല്ലേ? വരച്ചെഴുതിപ്പോലെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
മാഗ്നെറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് കറന്റ് പോകുന്നതെങ്കിൽ മാഗ്നെറ്റിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കില്ലേ, ഉള്ളിലേക്കായിരിക്കും മാഗ്നെറ്റിക് ഫീൽഡ് പോകുന്നത്. ഇങ്ങനെ കറന്റ് പോകുന്നത്, കറന്റ് ഇങ്ങോട്ടാണെങ്കിൽ മാഗ്നെറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഉള്ളിലേക്കായിരിക്കും. ഇനി ഞാനിവിടെ ഒരു എലമെന്റ് DL എന്ന് പറയുന്ന ഒരു എലമെന്റ് ഞാൻ കണ്ടുപിടിച്ച് അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഒരു എലമെന്റ് ഇവിടെ ഉണ്ടെന്ന് വെക്ക്, DL എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് തന്നെയായിരിക്കും പോകുന്നത്? ഒരു എലമെന്റ് ഇവിടെ തന്നെ ഇരിക്കുന്നത്, ഈ ഒരു പോർഷനിലായിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മളൊരു ടാൻജന്റ് വരച്ചാലാണ് ടാൻജന്റ് ഈ പോയിന്റാണ് ഡയറക്ഷൻ തരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഡയറക്ഷനിലേക്ക് ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ടെങ്കിൽ അതും എങ്ങോട്ട് തന്നെയായിരിക്കും കാണിക്കുന്നത്? ഈ ബോർഡല്ല, ഇവിടെ അപ്പുറത്ത് ഒരു സർഫസ് ഉണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, ഇവിടെ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന മാഗ്നെറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഞാൻ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ ഉള്ളിലേക്കായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് മാഗ്നെറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നമുക്ക് പറയാം ഉള്ളിലേക്കാന്ന് പറയാം. ഇവിടെ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അപ്പുറത്ത് ഒരു സർഫസ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യണേ. ഇവിടെ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഉള്ളിലേക്ക് തന്നെ ആയിരിക്കില്ലേ പോകുന്നത്, പുറത്തേക്ക് കാണിക്കും. നമ്മൾ ടാൻജന്റ് വരക്കുമ്പോൾ അങ്ങോട്ട് വരക്കുമ്പോഴത്തേക്കും അത് ഉള്ളിലേക്കായിരിക്കും. മാഗ്നെറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെ വെച്ചപ്പോൾ ഉള്ളിലേക്കാണ് എന്റെ കൈ കാണിക്കുന്നത്, ഇങ്ങനെയാ വരുന്നത് അല്ലേ. ഇപ്പൊ ഇപ്പുറത്തെ ഒരു സർഫസ് ഉണ്ടെങ്കിൽ എനിക്ക് കൈ ഇങ്ങനെ വളച്ച് കാണിക്കാൻ പറ്റും കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ കൈ വളഞ്ഞാണ് ഇരിക്കുന്നത്, അപ്പൊ നമുക്ക് പറയാം ഉള്ളിലേക്കാണ്. അതുപോലെയുള്ള ഒരു എലമെന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എന്ത് തന്നെയാണ്? സെയിം ഡയറക്ഷനിൽ തന്നെ ഉള്ളിലേക്ക് തന്നെയായിരിക്കും അതിന്റെ ഡയറക്ഷനിൽ പോകുന്നത്. അപ്പോൾ രണ്ടും സെയിം ഡയറക്ഷനിലാകുമ്പോൾ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? സെയിം ഡയറക്ഷനിലാണെങ്കിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ 90, രണ്ടും സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ BDL ഈക്വൽ ടു μ0 I. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ DL ന്റെ വാല്യൂ എന്താ? DL 2πr. μ0 I. D ഈക്വൽ ടു μ0 I by 2πr. എഴുതിക്കോ. ഇവിടെ ഇത് മനസ്സിലാക്കണോട്ടാ, DL മാത്രമാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തേക്കണം. പക്ഷെ പോയി മനസ്സിലായതെന്ന് ആലോചിച്ച് നോക്കണോട്ടോ. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്, ആംബിയർ സർക്യൂട്ട് ലോ ആയതുകൊണ്ട് അതിന് എന്ത് ലൂപ്പ്? നമ്മളൊരു ലൂപ്പ് ക്ലോസ്ഡ് സർഫസ് ആംബിയർ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇക്വേഷൻ എഴുതുക. ഇപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ എല്ലാം ബൈഹാർട്ട് ചെയ്യണോടായിരിക്കും. നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഡെറിവേഷൻ ചെയ്തിരിക്കാൻ പറ്റില്ല, ബൈഹാർട്ട് പഠിക്കണം. ഇപ്പോഴത്തെ
ഇവിടുത്തെ പോയിന്റ്, ഈ പോയിന്റിലെ മാഗ്നറ്റിക്, ഇവിടുത്തെ പോയിന്റാണ് ഞാൻ എടുക്കുന്നത്. ഇവിടുത്തെ പോയിന്റ് എടുത്ത് ഞാൻ പറഞ്ഞു. ഈ പോയിന്റിന്റെ മാഗ്നറ്റിക് ഡയറക്ഷൻ പറയാൻ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വരുന്നത്, അത് ഔട്ട് സൈഡിലേക്കാണ് വരുന്നത്. ഇതാണെങ്കിൽ ഇൻസൈഡിലേക്കാണ് പോകുന്നത്. ഇനി ഇവിടെ ഞാനൊരു ലെങ്ത് എലമെന്റ് കൺസിഡർ ചെയ്ത് ഇവിടെ ഒരു എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് തന്നെയായിരിക്കും. ഇവിടെ ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ അങ്ങോട്ടല്ലേ കാണിക്കുള്ളൂ. ഓക്കെ, നമ്മളിപ്പോ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ വരച്ചത് ശ്രദ്ധിച്ചായിരുന്നു. ടാൻജന്റ് വരുമ്പോൾ നമ്മൾ അങ്ങോട്ടായിട്ട് വരുന്നത്. ഇപ്പൊ ഇങ്ങനെയല്ല വരുന്നത്. ഈ ഒരു സർഫസിൽ, അതായത് ആ ഒരു കർവ്ഡ് സർഫസിൽ തന്നെ ഒരു ലൈൻ എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കും. അല്ല, ആ ഒരു എലമെന്റിന്റെ ഡയറക്ഷനാണ് ഞാൻ പറഞ്ഞത്. അതേ സർഫസിൽ തന്നെ എലമെന്റ് ഇരിക്കുമെങ്കിൽ ആ എലമെന്റ് അതിപ്പോ കർവ്ഡ് സർഫസിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഡയറക്ഷൻ സെയിം ഡയറക്ഷനിൽ തന്നെ പോകും. അല്ലെങ്കിൽ തന്നെ നമുക്ക് രണ്ടും സെയിം ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യണം. പെർപെൻഡിക്കുലർ ആയാൽ മാത്രമല്ല 90 ഡിഗ്രി പോകുകയും ശ്രദ്ധിച്ചാൽ ഒരു ആപ്ലിക്കേഷൻ അടുത്ത ആപ്ലിക്കേഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ്. ആപ്ലിക്കേഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സോളിനോയിഡ്. എഴുതിക്കോ, എഴുതിക്കോ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സോളിനോയിഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സോളിനോയിഡ്. അപ്പൊ സോളിനോയിഡ് എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഫോമിൽ ഇരിക്കുന്ന ഒരു ഷേപ്പാണ്. ഓക്കെ, ഇതിൽ ഇൻസുലേറ്റഡ് കോപ്പർ വയർസ് വിൻഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും, ഏകദേശം കുറച്ച് കോയിലായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. ഇൻസുലേറ്റഡ് കോപ്പർ വയർസ്. ഓക്കെ, ഇതില് ഇവിടെ കറന്റ് എൻ്റർ ചെയ്യണമെന്ന് വിചാരിക്കും. കറന്റ് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഏത് പൊളാരിറ്റി ആയിരിക്കും? മാഗ്നറ്റിന്റെ ഏത് പോളായിരിക്കും ഇവിടെ വരുന്നത്? കറന്റ് എൻ്റർ ചെയ്യേണ്ട ഏത് പോളായിരിക്കും? സൗത്ത്. ഇവിടെ കൂടി ഇതിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടി ആയിരിക്കും തിരിച്ചു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് പോളാരിറ്റി ആയിരിക്കും? നോർത്ത് പോൾ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നത് സൗത്ത് ടു നോർത്ത് ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ നിന്ന് ചേർന്നു ഇങ്ങോട്ട് പോകും. ഓക്കെ, വരച്ചേ, മനസ്സിലാക്കി വരക്കണേ. സോളിനോയിഡ് എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഫോമിൽ ഇരിക്കും. അതിൽ ഇൻസുലേറ്റഡ് കോപ്പർ വയർസ് വിൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലൂപ്പ് വേണം അല്ലേ? ഗോസ് തിയറം പഠിച്ചപ്പോൾ നമ്മൾ ഗോഷ്യൻ സർഫസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ ആംപീരിയൽ ലൂപ്പ് വരുന്നത്. അപ്പൊ അതുപോലെ നമുക്കൊരു സർഫസ് കൺസിഡർ ചെയ്യണം. ഇവിടെ ഞാനിപ്പോ ഇങ്ങനെ ഒരു സർഫസ് കൺസിഡർ ചെയ്യണേ. ഷേപ്പിലുള്ള ഒരു സർഫസ് കൺസിഡർ ചെയ്യണേ. ഓക്കെ, ഇതിന് എ ബി സി ഡി എന്ന് പറഞ്ഞാൽ കൊടുത്തു. ഓക്കെ, ആംപിയർ സർക്യൂട്ടല്ലോ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ഐ. ഇനി നമുക്ക് ഓരോ ഫേസില്
മാഗ്നറ്റിക് ഫീൽഡ് കാണും. A to B, B to C, C to D, D to A. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. A to B, B dot dl plus B to C, B dot dl plus C to D, B dot dl plus B to A, B dot dl equal to U0 I. B dot dl. അപ്പോൾ B dl cos. ഇനി ശ്രദ്ധിച്ച് A to B എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ഡയറക്ഷൻ നമ്മൾ ഇങ്ങനെ ഒരു ലൂപ്പാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ തന്നെയാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ തീറ്റ എന്തായിരിക്കും? 0 പ്ലസ് B to C D dl cos. ഇവിടെ എന്തായിരിക്കും വരുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, നമ്മൾ ഇങ്ങനത്തെ ഒരു ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ B to C ഇങ്ങോട്ടാകുമ്പോൾ ഇതിന്റെ ഇങ്ങോട്ടാകുമ്പോൾ പെർപെൻഡിക്കുലർ ആകുമ്പോൾ 90 പ്ലസ് C to D B dl. C to D എന്തായിരിക്കും വരുന്നത്? സെയിം ഡയറക്ഷൻ ആണ് അല്ലേ? C to D ഇത് പാരലൽ ആയിട്ടാണ് വരുന്നത്. ഡയറക്ഷൻ വൈസ് നോക്കണ്ട, ഞാൻ കൺസിഡർ ചെയ്തു. ഇപ്പൊ നമ്മളിപ്പോ ഒരു ആംബീരിയർ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇത്രയും നോക്കിയാൽ മതി. എ ബി എന്ന് പറയുന്നത് ഇതിന് പാരലൽ ആയിട്ടല്ലേ പോകുന്നത് അല്ലേ? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ മാത്രം നോക്കിയാൽ മതി. മാഗ്നറ്റിക് ഫീൽഡ് സൗത്ത് ടു നോർത്ത് ആണ് പോകുന്നത്. എ ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? പാരലൽ ആണ്. പാരലൽ ആവുമ്പോഴത്തേക്കും അവിടുത്തെ തീറ്റ എന്തായിരിക്കും? 0. അതെ. അടുത്തത് ഇനി C to B, CB. BC എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ CB പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന ആംഗിൾ 90. അടുത്തത് CD എന്ന് പറയുന്നത് എന്തായിട്ടാണ് നിൽക്കുന്നത്? പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? cos 0 പ്ലസ് D to C എന്ന് പറയുന്നത് D to A എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. dl cos equal to U0 I. ഓക്കെ, അപ്പോൾ ഇതിന്റെ വാല്യൂ എന്തായി പോകും? cos 90 cos 90 എന്താ? 0 പോയി. ഇവിടെ ഇതെന്തായി പോയി? 0. അപ്പോൾ ബാക്കിയുള്ളത് VDL cos 0, VDL cos 0. ഓക്കെ, ഇനി അടുത്ത ഒന്ന് ശ്രദ്ധിക്കണേ. ഈ CD എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇത് മനസ്സിലായാലും അത് എങ്ങനെയാ പോയെന്ന്. ഇനി CD എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആണ്, സോളിനോയിഡിന്റെ ഔട്ട്സൈഡിലുള്ള സർഫസ് ആണ് ഈ CD എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പോയിന്റ് നോക്കിക്കേ, ഇവിടെ സോളിനോയിഡ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ വരച്ചത് ഇത്രയും പോർഷനാണ് ഞാൻ വരച്ചത് അല്ലേ? ഇത്രയും പോർഷനാണ് ഞാൻ വരച്ച് കാണിച്ചത്. ഇവിടെ കാണിച്ചത് ഏകദേശം ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ടാണ് ഞാൻ വരച്ച് കാണിച്ചത്. അപ്പൊ ഈ പുറത്തുള്ള ഈ പോയിന്റിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പോയിന്റിൽ കണ്ട ഈ ഒരു പോയിന്റിൽ വരുമ്പോഴത്തേക്കും രണ്ടുപേരും സ്പ്ലിറ്റ് ആയിട്ടല്ലേ പോകുന്നത്. സോളിനോയിഡ് വരുന്നത് ഇങ്ങനെയാണ് സോളിനോയിഡ് വരുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും അവിടെ രണ്ട് ഫീൽഡാണ് കാണിക്കുന്നത് അല്ലെ? അതുകൊണ്ട് അത് എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പൊ ഈ സോളിനോയിഡിന്റെ ഔട്ട്സൈഡിലുള്ള സർഫസിൽ വരുന്ന ആ ഒരു പോർഷനിലെ ഫീൽഡ് എന്തായി പോകും? 0 ആയി പോകും. അപ്പൊ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ? ആ ഒരു പോയിന്റ് ഒന്ന് എഴുതി വെച്ച് ഓർത്തെഴുതണം കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ സോളിനോയിഡ് ഈസ് 0. അതെങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലാക്കണേ. സോളിനോയിഡ് എന്ന് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതിന്റെ ആ ഒരു ഫിഗർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു പോയിന്റിൽ രണ്ട് ഫീൽഡ് കാണിക്കും, അതുകൊണ്ട് 0 ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ സോളിനോയിഡ് ഈസ് 0. അതൊന്ന് ബോക്സ് ചെയ്ത് ഇട്ടാൽ മതി. ഡെറിവേഷൻ ഞാൻ പറയുമ്പോൾ പറഞ്ഞുതരാം. ഈ ഒരു പോയിന്റിൽ ഇവിടെ നോക്കുമ്പോഴത്തേക്കും 0 ആയിരിക്കും.
അവിടെ ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് കാണിക്കണം. എഴുതി ഇത്രയും മനസ്സിലായി എഴുതാൻ പറ്റുള്ളൂ. എഴുതിയാ ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് സംസാരിക്കണം. കഴിഞ്ഞു അത് കഴിഞ്ഞു. കഴിഞ്ഞാ അത് കഴിഞ്ഞാ ഓക്കെ. അപ്പൊ ബാക്കി എന്ത് മാത്രമേ വരുന്നുള്ളൂ? PDL ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കാൻ. അത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഈക്വൽ ടു μ0 n ആയിട്ട് എഴുതണേ ഫോർ നമ്പർ ഓഫ് ടേൺസ്. നമുക്ക് കോയിൽ എന്ന് പറയുമ്പോഴത്തേക്കും സോളിനോയിഡ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N. അതല്ല 0 ആയത്. CD-യിൽ നമ്മൾ വെച്ച ഔട്ട് സൈഡ് പോയത്. അപ്പൊ അത് 0 ആയി. ബാക്കിയുള്ളത് DL 2/R DL എല്ലാത്തായിട്ട് എടുത്താൽ മതി. DL ക്യാപിറ്റൽ എല്ലാത്തായിട്ട് എടുത്താൽ മതി. DL-ന്റെ വാല്യൂ എല്ലായിട്ട് എടുത്താൽ മതി. ക്യാപിറ്റൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആപ്ലിക്കേഷൻ അല്ലേ അത് വാല്യൂ.
ഈ moments